നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. രാജകുമാരന്റെ ഓർത്ത് രാജകുമാരി ഊണും ഉറക്കമില്ലാതെ കരയാൻ തുടങ്ങി. രാജകുമാരിയെ കാണാതെ രാജകുമാരനും ഒരുപാട് സങ്കടപ്പെട്ടു. ഒടുവിൽ അവൻ തന്റെ വെള്ളക്കുതിരയുടെ മുകളിൽ കയറി രാജകുമാരിയെ തേടി യാത്രയായി. കാടും മേടും കടലും പുഴയൊക്കെ കടന്ന് കാലങ്ങളോളം ആ യാത്ര തുടർന്നു. അവന് അവളെ കണ്ടെത്താൻ കഴിയോ? ആദ്യകൂട്ട, നീ ഉറങ്ങിയോ? ഇല്ല. കഥ കേൾക്കുന്നുണ്ടോടാ? ഉണ്ട് മുത്തശ്ശി. മുത്തശ്ശി പറഞ്ഞോ? ആ, പറയാം. അങ്ങനെ ഒടുക്കം രാജകുമാരനും വെള്ളക്കുതിരയും ആകാശക്കൊട്ടാരത്തിന്റെ ചുവട്ടിലെത്തി. ആ നേരം കോട്ടമുകളിൽ നിന്നും താഴേക്ക് ഒഴുകുന്ന ഒരു കാട്ടരുവി അവൻ കണ്ടു. സത്യത്തിൽ അതൊരു കാട്ടരുവിയൊന്നും ആയിരുന്നില്ല, രാജകുമാരിയുടെ കണ്ണീർ പുഴയായിരുന്നു. അത് നിറയെ പ്രണയത്തിന്റെ പൂക്കളായിരുന്നു. മുത്തശ്ശി, എന്നിട്ടെന്താ, അവൻ ആ പുഴ നീന്തി കടന്ന് കോട്ടമുകളിലെത്തി. എന്നിട്ട് രാക്ഷസനെ കൊന്ന് രാജകുമാരിയെ വീണ്ടെടുത്തു. രാജകുമാരിയെയും കൊണ്ട് വെള്ളക്കുതിരയുടെ മേൽ കടലേഴും കടന്ന് പവിഴദ്വീപിൽ തിരിച്ചെത്തി അവളെ വിവാഹം കഴിച്ച് സുഖമായിട്ട് അങ്ങനെ ജീവിച്ചു. ആദ്യകുട്ടാ, അയ്യോടാ, ഉറങ്ങിപ്പോയല്ലേ?